ആദ്യത്തെ ചോദ്യം, യാക്കോബിന്റെ അതിക്രമം എന്താണ്? ഉത്തരം ശമര്യ. മീഖ പ്രവചനം 1-ാം 5-ാം വാക്യം. അടുത്ത ചോദ്യം, വയലിലെ കൽക്കുന്ന് പോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കുമെന്ന് ഏത് ദേശത്തെക്കുറിച്ചാണ് യഹോവ അരുളി ചെയ്തിരിക്കുന്നത്? ഉത്തരം ശമര്യ ദേശത്തെക്കുറിച്ച്. മീഖ പ്രവചനം 1-ാം 6-ാം വാക്യം. അടുത്ത ചോദ്യം, നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക, അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ, എന്തിനെപ്പോലെ ചെയ്യാനാണ് യഹോവ അരുളി ചെയ്തിരിക്കുന്നത്? ഉത്തരം കഴുകനെപ്പോലെ. മീഖ പ്രവചനം 1-ാം 16-ാം വാക്യം. അടുത്ത ചോദ്യം, നെഹമ്യാവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ഹഖല്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം 1-ാം വാക്യം. അടുത്ത ചോദ്യം, സൻബല്ലത്തിൻ്റെ ദേശം ഏതാണ്? ഉത്തരം ഹോരോന്യൻ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം 19-ാം വാക്യം. അടുത്ത ചോദ്യം, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ആട്ടിൻ വാതിൽ പണിതത് ആരാണ്? ഉത്തരം മഹാപുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം 1-ാം വാക്യം. അടുത്ത ചോദ്യം, തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ പ്രവാചകൻ ആരാണ്? ഉത്തരം ആമോസ്. ആമോസിൻ്റെ പ്രവചനം 1-ാം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു ശേക്കൽ എന്നാൽ എത്രയാണ്? ഉത്തരം 20 ഗേര. പുറപ്പാട് പുസ്തകം 30-ാം 13-ാം വാക്യം. അടുത്ത ചോദ്യം, ഏത് മേച്ചിൽപ്പുറങ്ങളാണ് യഹോവയുടെ ഉഗ്രകോപ നിമിത്തം നശിച്ചു പോയിരിക്കുന്നത്? ഉത്തരം സമാധാനമുള്ള. യിരെമ്യാവിൻ്റെ പ്രവചനം 25-ാം 37-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എസ്രയുടെ കാലത്ത് യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിടുന്നത് ആരാണ്? ഉത്തരം ശേഷ്ബസർ. എസ്രയുടെ പുസ്തകം 5-ാം 16-ാം വാക്യം. അടുത്ത ചോദ്യം, അത്യുന്നതൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? ഉത്തരം നന്മയും തിന്മയും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം 38-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പൊടിയിൽ നിന്ന് ചിലയ്ക്കുന്നത് എന്താണ്? ഉത്തരം വാക്ക്. യെശയ്യാവിൻ്റെ പ്രവചനം 29-ാം 4-ാം വാക്യം. അടുത്ത ചോദ്യം, പരിഹാസിയും കലഹക്കാരനും ആരാണ്? ഉത്തരം വീഞ്ഞും മദ്യവും. സദൃശവാക്യങ്ങൾ 20-ാം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ഏതു മനുഷ്യനാണ് വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ? ഉത്തരം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ. സങ്കീർത്തനങ്ങൾ 49-20. അടുത്ത ചോദ്യം, അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ഇത് ആരെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഒനേസിമോസിനെ കുറിച്ച്. ഫിലോമോന്റെ ലേഖനം 1-ാം 10-ാം വാക്യം. അടുത്ത ചോദ്യം, അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ തീ പിടിപ്പിക്കുകയും ചെയ്യുന്ന അവയവം ഏതാണ്? ഉത്തരം നാവ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം 6-ാം വാക്യം. അടുത്ത ചോദ്യം, എബ്രായ ഭാഷയിൽ ഗബഥ എന്നു പേരുള്ള ന്യായാസനത്തിലിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം പിലാത്തോസ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ അസ്ത്രങ്ങൾ പറയുന്ന പ്രകാശത്തിങ്കലും മിന്നിച്ചാടുന്ന കുന്തത്തിൻ്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും നിൽക്കുന്നത് എവിടെയാണ്? ഉത്തരം
സ്വഗ്രഹത്തിൽ. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിച്ച ദൂതൻ ആരാണ്? ഉത്തരം മീഖായേൽ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, വഴിപാടെന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഉത്തരം ഖുർബാൻ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. തിരുവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.